ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ എല്ലാ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെയും ചൂലടയാളത്തിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ച് ഒരു ഭരണമാറ്റത്തിന് തയ്യാറാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉദ്ബോധിപ്പിക്കുകയാണ്. കാലാകാലങ്ങളിലായി നമ്മൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ അജണ്ടകൾ മാറ്റിവെച്ചുകൊണ്ട് സത്യത്തിന്റെ കൂടെ നിൽക്കാനും ആം ആദ്മി പാർട്ടിയെ കുറിച്ച് മനസ്സിലാക്കുവാനും ഞങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് യുവതിയുവാക്കൾ ഓരോരുത്തരും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും നമ്മുടെ രാജ്യത്തിന്റെ നല്ലൊരു മാറ്റത്തിനും നല്ലൊരു ഭാവിക്കും വേണ്ടി ആം ആദ്മി പാർട്ടിയിൽ അംഗത്വമെടുത്ത് പാർട്ടിക്ക് ശക്തി പകരാനും നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്തില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം കാര്യമല്ല. നമ്മൾ ഒരു വർഷത്തിന് അല്ലെങ്കിൽ 5 കൊല്ലം കൂടുമ്പോൾ നമ്മുടെ ഒരു കടമയെന്നോണം നമ്മൾ വെറുതെ വോട്ട് രേഖപ്പെടുത്തി മറ്റുള്ള ഉത്തരവാദിത്തങ്ങള് ഇത്തരത്തിലുള്ള കള്ളന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാവിയെ അല്ലെങ്കിൽ നമ്മുടെ വിധിയെ പഠിക്കാതെ നമ്മുടെ രാജ്യത്തിന് സുശക്തമായ ഒരു ഭരണം കൈവരാൻ, അഴിമതിരഹിതമായ ഒരു ഭരണം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ആം ആദ്മി പാർട്ടി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഞാൻ സാധാരണക്കാരൻ എന്നാണ്. സാധാരണക്കാരായ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ പാർട്ടിയല്ല, ഇത് സാധാരണക്കാരായ ഓരോ വ്യക്തികളുടെയും പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരന്റെ പാർട്ടിയാണ്. ഈ പാർട്ടിയിലേക്ക് വരാൻ നിങ്ങളെ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിക്കുന്നു. താല്പര്യമുള്ളവർക്ക് പാർട്ടിയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള നമ്മുടെ നോട്ടീസും മറ്റുള്ള കാര്യങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ട്. എല്ലാവരും കടന്നു വരണം. പാർട്ടിയെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചൂലടയാളത്തിൽ വിജയിപ്പിച്ച് ഒരു സുശക്തമായ ഭരണത്തിന് അടിത്തറമാകണമെന്ന് മാത്രം ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയും പ്രിയപ്പെട്ട അബൂബക്കർ മാഷ്ക്ക് മൈക്ക് കൈമാറുകയും ചെയ്യുന്നു. അദ്ദേഹം നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും.